ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് സൺഡേ ആണ്. ഞാൻ കരുതി ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന്. കാരണം ഞാൻ സൺഡേ മാത്രമേ റൂമിൽ പിന്നെയും കുക്ക് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ വല്ലപ്പോഴുമാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ റെഡ് റൈസ് എടുത്തു. അതിൻ്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. അതിട്ട് വെക്കാൻ, അത് റൈസ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഫിഷ് കറി, കേരള ഫിഷ് കറി, ടേസ്റ്റി ടിബിൾസിൻ്റെ അത് റെഡി ടു ഈറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വോയിസ് അത് പറയുന്നതിൻ്റെ കൂടെ വീഡിയോയുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് തന്നെ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുക്കറിൽ അരി വെച്ചു. ഇത് ഏകദേശം 5-6 വിസിൽ കേട്ടിട്ടും വേഗുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ 10-15 വിസിൽ വെച്ചപ്പോഴാണ് അതൊന്ന് വെന്ത് കിട്ടിയത്. പിന്നെ ബ്രിഞ്ചാൾ ഉണ്ടായിരുന്നു. ഞാൻ കരുതി ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യാമെന്ന്. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ അതിൽ കുറച്ച് കൊഞ്ചിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു, ചിമ്മീന്. പിന്നെ അതും എടുത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തു കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ റെഡി ടു ഈറ്റിൻ്റെ മീൻ കറിയില്ലേ, അത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കറി കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇത്രയും സാധനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റൈസ് ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രിഞ്ചാൾ ഉണ്ടായിരുന്നു, നമ്മുടെ ചെമ്മീനും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഇത്രയും നല്ല ഗ്രാൻഡായിട്ട് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പ് ഇതിൻ്റെ ഷാപ്പിലെ കറി ബേസ് ചെയ്തിട്ട് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് കോക്കനട്ടിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കഴിക്കട്ടെ. ബായ്.